തൃശൂരിലെ ചാലക്കുടിയിൽ പേങ്ങിപ്പറമ്പിൽ പി.ഡി. പൗലോസിന്റെ ഭവനം നിലകൊള്ളുന്നത് മനോഹരമായ ഒരു ഉദ്യാനത്തിന് നടുവിലാണ്. തന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ദൈവത്തിന്റെ അനുഗ്രഹീതമായ ഇടപെടലുകളെ എന്നും കുറിച്ചുവെച്ച് നന്ദി സൂചകമായി പ്രാർത്ഥനാ മലരുകളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് പൗലോസിയേട്ടൻ. സ്വന്തം ജീവിതത്തെ മുഴുവൻ സമയ സുവിശേഷ വേലയ്ക്കായി മാറ്റിവെച്ചതിലൂടെ കുടുംബം മുഴുവൻ ദൈവാനുഗ്രഹത്തെ സ്വായത്തമാക്കിയ ഈ മനോഹരമായ ഭവനത്തിൽ നമുക്കും സന്ദർശിക്കാം. വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബത്തിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പൗലോസിയേട്ടൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താമോ കുടുംബാംഗങ്ങളെ? എൻ്റെ പേര് പൗലോസ് പേങ്ങിപ്പറമ്പിൽ. എൻ്റെ ഭാര്യ റോസി, മൂത്ത മകൻ ഡെന്നി, രണ്ടാമത്തെ മകൻ സണ്ണി, മൂന്നാമത്തെ മകൾ ആനി, നാലാമത്തെ ബെന്നി. 4 മക്കൾ. അവരെന്ത് ചെയ്യുന്നു? മൂത്ത മകൻ ദുബായിലും ഓസ്ട്രേലിയയിലും അവർ കമ്പനി നടത്തണം, ജനറേറ്ററിൻ്റെ. രണ്ടാമത്തവൻ സണ്ണി ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സണ്ണി ഡയമണ്ട്സ്. അതെ. മൂന്നാമത്തെ മകൾ ഹൗസ് വൈഫാണ്. ഭർത്താവ് സൗത്ത് ബാങ്ക് ഓഫീസറാണ്. നാലാമത്തെ ബെന്നിയാണ്. ബെന്നി സിഡ്നിയിലാണ്. ഇപ്പോൾ അവൾ അവധിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ? വീട്ടിലുണ്ടോ? വീട്ടിലില്ല, പുറത്തവിടെ പോയിരിക്കുകയാണ്. ഉടനെ വരുമായിരിക്കും. പൗലോസിയേട്ടൻ വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തി. ആൻറ്റിയുടെ പേരൊക്കെ ഒന്ന് പറയുമോ? എൻ്റെ പേര് റോസി പൗലോസ്. സ്വദേശം ചാലക്കുടിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 56 കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഒരു സഫലമായ ഒരു ദാമ്പത്യം, സുവർണ ജൂബിലിയും കഴിഞ്ഞു. അപ്പം ഈ ഒരു ദാമ്പത്യ വിജയത്തിന് പിന്നിൽ ഉള്ള ശക്തി എന്താണെന്നാണ് ഇപ്പോൾ? പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഇപ്പം മക്കളൊക്കെ പലരും അവരുടേതായ ജോലികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ അവധിക്കൊക്കെ വരും. അപ്പം എങ്ങനെയാണ്, ഒരു ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ, ഒരു വാർദ്ധക്യത്തിൽ? മക്കളില്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏകാന്തത അനുഭവിക്കുന്നില്ല. എപ്പോഴും അവരുണ്ടാവണമെന്നുള്ള ഒരു ആഗ്രഹം. അത് ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ ഭാവി ജീവിതം നമ്മളും കൂടി കണക്കാക്കണല്ലോ. എങ്ങനെയാണ് ഈ വാർദ്ധക്യത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ഏകാന്തതയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള? അത് ഞങ്ങൾ ഒരു സമയവും കളയുന്നില്ല. എപ്പോഴും പ്രാർത്ഥനയുടെ ശക്തിയുണ്ട്. പിന്നെ താല്പര്യമുള്ള വിഷയമാണ് പൂന്തോട്ടം. ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറി വന്നപ്പോൾ തന്നെ കണ്ടു മനോഹരമായ. അതുകൊണ്ടൊക്കെ സമയം പോവാം. നിത്യജീവിതത്തിൽ നാം ദൈവത്തിനായി സമർപ്പിക്കുന്ന ഓരോ പുഷ്പങ്ങളും അവനായി അർപ്പിക്കുന്ന ഓരോ സവിശേഷ പ്രാർത്ഥനയായി സ്വർഗം കാണുന്നു. ഇവിടെ റോസി പൗലോസ് ഈ ഉദ്യാനത്തെ മനോഹാരിതമാക്കാൻ നിരന്തരം പ്രയത്നിക്കുന്നു. കാരണം പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ചെറുപുഷ്പങ്ങളെ ദൈവത്തിന് അത്രയ്ക്കിഷ്ടമാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ സാന്നിധ്യം പുഷ്പപരിമളമയമാണെന്ന യാഥാർത്ഥ്യം ഈ ഗൃഹനാഥിക്ക് ബോധ്യമുണ്ട്. എനിക്ക് കുട്ടിക്കാലം മുതൽ ഈ പൂക്കളോട് നല്ല താല്പര്യമാണ്. അപ്പോൾ ഈ പ്രായത്തിൻ്റേതായ അസുഖങ്ങളുണ്ടെങ്കിലും അതൊന്നും മനസ്സിലേക്ക് വരാറില്ല. അസുഖങ്ങളുണ്ടെന്ന് ചെടികൾ നോക്കിക്കൊണ്ട് കിടക്കും. ഓരോ പൂവ് വിരിയുമ്പോഴും ഈശോയ്ക്ക് നന്ദിയും പറഞ്ഞ് അത് കണ്ട് ഇതിൻ്റെ ഇടയിൽ നനയും എല്ലാ കാര്യങ്ങളും ഞാനും കൂടി ചെയ്യും. റാണി കഞ്ചിക്കോട് റാണി ആദ്യം ഇവിടെ ഒരിക്കൽ മാതാവിനെ റാണിയാണ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിരുന്നത്, ഇവിടെ അവിടെ ഒരു TV ആയിരുന്നു, അത് മാറ്റിയിട്ട് മാതാവിനെ വെക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു. ഞങ്ങൾ ആദ്യം വിശ്വസിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതും വർക്കച്ചന് പോയി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളവിടെ മാതാവിനെ റാണിയും കൂടി വന്നിട്ടാണ് ആ കണ്ട മാതാവിൻ്റെ ആ ഷേപ്പ് വന്ന് കാണിച്ചു കൊടുത്ത് അതേപോലെ ചെയ്തു വന്നു. അത് കഴിഞ്ഞ് ഒരു ഡിസംബർ 18 വെച്ച 13 വെച്ചത്. എന്നിട്ട് ജനുവരി 4 റാണി പ്രാർത്ഥിക്കാൻ വന്നു. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ നല്ല സുഗന്ധമുണ്ട്. ഇവിടെ പടി കടന്നപ്പോഴേക്കും 4 വശവും മകവും നല്ല സ്ഥലവും സുഗന്ധം. പിന്നെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പാലും തേനും
ഒക്കെ വന്ന് ഇപ്പോൾ അന്ന് നടന്നപ്പോൾ തോട്ടത്തിലൊക്കെ നടന്നപ്പോൾ പറഞ്ഞ മാതാവ് ഒരേ ചെടിയുടെ അടുത്ത് ചേച്ചി നടക്കണുണ്ട്, ഉണങ്ങിയല കളയുന്നു, വെള്ളം കുടം കൊണ്ട് ഒഴിക്കുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര, പിന്നെ അങ്ങനെ എപ്പോഴും ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ചെടിയിൽ നടക്കുമ്പോൾ ഒരിക്കലും ഒരു മടുപ്പ് തോന്നില്ല. കൂടുതൽ പൂക്കൾ കാണും തോറും മനസ്സിങ്ങനെ സന്തോഷിച്ച് മാതാവിന് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് നടക്കും. നിരന്തരം പ്രാർത്ഥനകൾ ഉയരുന്ന ഈ കുടുംബത്തിൽ നിന്നും ദൈവത്തിന്റെ സാന്നിധ്യം ഒരിക്കലും വിട്ടുപോകുന്നില്ല. ഈ ഭവനത്തിലാകട്ടെ ആ സജീവ സാന്നിധ്യത്തിന് പരിലസിക്കുവാൻ ഒരു മനോഹര ഉദ്യാനവും സജ്ജമാക്കിയതിനാൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സാന്നിധ്യം ഇടയ്ക്കിടെ അനുഭവപ്പെടുന്നതായി ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് ദിനരാത്രങ്ങളിൽ കുടുംബത്തിന് സംരക്ഷണം നൽകുന്നത്. അവിടെ തീർച്ചയായും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സന്ധ്യാസമയങ്ങളിലും മറ്റു നേരങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും ഭവനത്തിനു ചുറ്റും സ്വർഗത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടേണ്ടതല്ലേ? അതെ, ദൈവം നമ്മോട് കൂടെ തന്നെയുണ്ടെന്ന ഉത്തമ ബോധ്യമാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകാതെ ലഭിക്കുന്നതിന്റെ പ്രധാന കാരണം. അപ്പോൾ നാമും ദൈവവുമായിട്ടുള്ള അകലം കുറയുന്നു. അതിലൂടെ പ്രാർത്ഥനയിൽ ആനന്ദം കണ്ടെത്തുവാൻ കഴിയുന്നു. ഈ പ്രാർത്ഥനയുടെ ഒരു അളവ് അല്ലെങ്കിൽ ഒരു തോത് കൂടിയിട്ടുണ്ടോ ഈ ഒരു അവസ്ഥയിൽ, ഒരു വാർദ്ധക്യാവസ്ഥയിൽ, മക്കളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഈ ഒരു പണ്ടുണ്ടായതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിട്ടുണ്ട്? അത് എങ്ങനെയാണ്? എത്ര സമയം ഒരു ദിവസം? രാവിലെ ഒരു പുലർച്ചെ 3 മണിക്കൊക്കെ എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒത്തിരി നേരം പ്രാർത്ഥിക്കും. പിന്നെ ഒരു 5 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് രണ്ടുപേരും എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോകാറുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ശക്തി പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ആ തരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു കൂടുതൽ ശക്തി മുമ്പ് ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ ശക്തി കിട്ടുന്നു ഇപ്പോൾ ഈ വാർദ്ധക്യ കാലഘട്ടത്തിൽ. അപ്പം ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ വാർദ്ധക്യം ഒരു വരദാനമാണെന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധ കുർബാനയെ പറ്റി ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ദിവസം പോലും, അതായത് വിശുദ്ധ കുർബാനയിൽ ഓസ്തി പുരോഹിതൻ ആശീർവദിച്ചു കഴിഞ്ഞാൽ അത് ഈശോയുടെ ശരീരരക്തങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നുള്ള വിശ്വാസവും അനുഭവങ്ങളും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യകാലത്തൊക്കെ കുർബാനയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അച്ഛന്മാർ പറയല്ലോ, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മാത്രം നമുക്ക് ഭക്ഷിക്കാൻ തരും, രക്തം അച്ഛന്മാർ തന്നെ പാനം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ അവർ പറയുന്ന ഘടകവിരുദ്ധാണല്ലോ എന്നുള്ള ചിന്തയിൽ ആ സമയത്ത് ഞാൻ കണ്ണടയ്ക്കുമായിരുന്നു. ഒരു ദിവസം പുലർച്ചെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്വരം കേൾക്കണം, എൻ്റെ ശരീരത്തിൽ എൻ്റെ രക്തമുണ്ടെന്ന്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ്, ആരാ പറഞ്ഞാൽ എനിക്കറിയില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് കുർബാനയ്ക്ക് വന്നപ്പോൾ ശരിക്കും ആ ഓസ്തി തിരുരക്തത്തിൽ മുക്കി തന്നിട്ട് സ്വീകരിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. അങ്ങനെ ഒരു അനുഭവം ശരിക്കും ഫീലിംഗ് ഉണ്ടായി. ഞാൻ നാവിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ നനഞ്ഞ് ശരിക്കും മുക്കിയെടുത്തൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ചിന്ത വന്നു, എൻ്റെ ശരീരത്തിൽ എൻ്റെ രക്തം ഉണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഒരു മാംസകഷ്ണം മുറിച്ച് വെച്ചാൽ അതിൽ ബ്ലഡ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആ സൗണ്ടായിരിക്കും എനിക്ക് സപ്പോർട്ടായിട്ട് തന്നൊരു തെളിവാന്ന് ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഞ്ചിക്കോട് റാണിയുടെ അവിടെ പോയിട്ട് ആ കഞ്ചിക്കോട് പള്ളിയിൽ കുർബാനയ്ക്ക് കൊടുത്തപ്പം റാണിയുടെ നാവിൽ ശരിക്കും ഓസ്തി മാംസം രക്തമായിട്ട് രൂപാന്തരപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. ഞാനും ഭാര്യ ഉണ്ടായിരുന്നു, ഞാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, കാണാൻ പറ്റി.
അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസമെങ്കിലും കുർബാന സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും തീരെ പറ്റാത്ത ദിവസങ്ങളല്ലാണ്ട് നമ്മളത് ഒഴിവാക്കില്ല. ഓരോ പ്രഭാതത്തിൻ്റെയും ആദ്യ നിമിഷങ്ങൾ ദൈവത്തിനായി കാഴ്ചവെച്ചുകൊണ്ടാണ് പൗലോസ് ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ ആരംഭം. സക്രാരിയിൽ മറിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യശക്തിക്ക് വിധേയപ്പെടുവാൻ തക്കവിധം ഈ ഗൃഹനാഥൻ ദേവാലയവുമായി അത്രയ്ക്കടുത്തുപോയി. ദൈവവുമായിട്ടുള്ള ഈ ഒരു അടുപ്പമായിരിക്കണം തൻ്റെ സ്വന്തം നാടായ കുറ്റിക്കാടെന്ന മലയോര ഗ്രാമത്തിൽ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ചെറിയ പ്രാർത്ഥനാലയം നിർമ്മിക്കാനുള്ള പ്രചോദനത്തിൻ്റെ ശക്തി. പിന്നീടങ്ങോട്ട് പ്രാർത്ഥനാപൂർണമായുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായിരുന്നു. ഇവിടുത്തെ നാട്ടുകാർക്കു വേണ്ടി വേളാങ്കണ്ണി മാതാവിൻ്റെ സവിധത്തിൽ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ നാട്ടിൽ ഒരു കൂടാരം വേണമെന്ന ആഗ്രഹം. അതായിരുന്നു ഈ സെയിന്റ് മേരീസ് പ്രാർത്ഥനാലയത്തിൻ്റെ ഉത്ഭവ കാരണം. വേളാങ്കണ്ണി വരെ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത രോഗികളും വയോധികരുമായ അനേകർ ഈ ദേശത്തുണ്ടായിരുന്നു. ഒടുവിൽ 4 വർഷത്തെ പ്രാർത്ഥനാപൂർണമായ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ആ മഹനീയ കർമ്മം നടക്കുകയുണ്ടായി. അതിനായി കുറ്റിക്കാട് ഇടവകയിലെ നല്ലവരായ നാട്ടുകാരും പ്രാർത്ഥനാ സമൂഹങ്ങളും ഇതിൽ പങ്കാളികളുമായി. പ്രിയ സഹോദരരെ, ചാലക്കുടിയുടെ കിഴക്കൻ മലയോര പ്രദേശമാണ് കുറ്റിക്കാട്. ഈ കുറ്റിക്കാട് ഒരു ഫൊറോന പള്ളിയാണ്. ഇതിൻ്റെ കിഴക്ക് വശത്ത് 2 കുടുംബസമ്മേളനം പ്രത്യേകമായി പരാമർശിക്കേണ്ടതുണ്ട്. സെൻറ്റ് അൽഫോൻസ യൂണിറ്റും ഫാത്തിമ മാതാ യൂണിറ്റും. ഈ പ്രദേശത്തെ തീർത്തും വളരെ പ്രയാസപ്പെടുന്ന ഒരു ജനതയ്ക്ക് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ പോവുകയാണ് ഇവിടെ പണിയപ്പെടുന്ന സെൻറ്റ് മേരീസ് പ്രെയർ ഹാൾ. പേങ്ങിപ്പറമ്പിൽ റോസി പൗലോസ് സംഭാവന ചെയ്ത സ്ഥലത്ത് ഈ നാട്ടിലുള്ള അനേകം പേർ, വിദേശത്ത് ജോലി ചെയ്യുന്നവരും കൂടി സഹായിച്ചാണ് ഇപ്രകാരം ഒരു പ്രെയർ ഹാൾ ഇവിടെ പണിയുന്നത്. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും ഒപ്പം തന്നെ സാമ്പത്തികമായ സഹായവും കൊണ്ട് കൂടിയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ വളരെയേറെ പേർ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. 3 രൂപങ്ങളെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ളതാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം. ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന 3 വ്യക്തികളാണ് ഈ മൂവരും. അതുകൊണ്ട് ഈ മൂവരുടെയും മാധ്യസ്ഥം വഴി വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഇവിടെ നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെഞ്ചരിക്കപ്പെടുന്ന സെൻറ്റ് മേരീസ് പ്രെയർ ഹാൾ ഈ നാട്ടുകാരുടെ പ്രതീക്ഷകൾ പൂവണിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ധാരാളം പേർ ഒന്ന് പ്രാർത്ഥിക്കും, അനുഗ്രഹങ്ങൾ നേടും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വലിയ പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ അവിടെ പ്രാർത്ഥനാലയം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കും. അവിടെ നടുക്ക് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം, ഒരു ഭാഗത്ത് സെബാസ്റ്റ്യാനോസിൻ്റെ, ഒരു ഭാഗത്ത് അൽഫോൻസമ്മയുടെ, അങ്ങനെ 3 രൂപം വയ്ക്കണം. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കണം. കൊച്ചുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുണ്ടായിട്ട് 25,000 രൂപ ജർമ്മനിയിൽ നിന്നൊരു പാർട്ടി, ഓസ്ട്രേലിയയിൽ പാർട്ടി 25,000 രൂപ വന്നു. ജർമ്മനിയിൽ നിന്ന് ഒരാൾക്ക് ജോലി ചെയ്യാണ്ടൊരു പെൺകുട്ടി ജോലി കിട്ടുകയാണെങ്കിൽ ഇത് പണിയാൻ കാശ് തരാമെന്ന് പറഞ്ഞു. അവൾക്കിപ്പോൾ ജോലി കിട്ടി, അവൾ 25,000 രൂപ വന്നു. പിന്നെ ഒരു കിണർ 500 അടി താത്തിയിട്ട് വെള്ളം പൊടി മാത്രമേ ഉണ്ടായുള്ളൂ, ബോർവെല്ലടിച്ചിട്ട്. എറണാകുളത്തുള്ള ആളാണ്, വൈറ്റിലയിലുള്ള ആളാണ്. ആ ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, അവർക്ക് കുരിശുപള്ളി എന്ന് പറയാം, എൻ്റെ കിണറ്റിൽ വെള്ളം ഉണ്ടാവുകയാണെങ്കിൽ 50,000 രൂപ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നോക്കുമ്പോൾ 30 അടി ഉയരത്തിൽ വരെ വെള്ളം വന്ന് നിൽക്കണം അവിടെ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ 30 അടി താഴ്ചയിൽ വെള്ളം നിൽക്കണം കാണാം. ആ മാതിരി വെള്ളം നിൽക്കണം. അപ്പോൾ അങ്ങനെ പലരുടെയും സഹായങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ടുമൊക്കെ അല്ല. അപ്പോൾ ഇപ്പം തന്നെ ഈ വേളാങ്കണ്ണിയിൽ കോടാനക്കോടി ജനങ്ങൾ വന്ന പല അനുഭവങ്ങളും നടക്കണമല്ലോ. ഇപ്പോൾ അതിൻ്റെ ഇത്രയും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഇവിടെ ഒത്തിരി ആൾക്കാർക്ക് പല അനുഭവങ്ങളും അത്ഭുതങ്ങളും കാണാൻ സാധിച്ചിട്ടുണ്ട്.
അപ്പം തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം നിത്യേനയുള്ള ഈ കുർബാന അർപ്പണം, അതിലുള്ള പങ്കുചേരൽ, അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഇപ്പോൾ മക്കളെല്ലാവരും നല്ല നിലയിലാണ്, അവർ മാതൃകാപരമായ ജീവിതം നയിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളൊരു കുർബാനയുടെ ഒരു ശക്തിയാണെന്ന് ഉള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെ, ആദ്യകാലത്തൊക്കെ നമ്മൾ ബിസിനസ്സിൻ്റെ ഫീൽഡിൽ പോകുമ്പോൾ ഈ ഇങ്ങനെ ആദ്യകാലമായിട്ട് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാവാറില്ല. ഒടുക്കം കർത്താവ് എപ്പോഴാണ് നമ്മുടെ തുടരണേന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ ഇതെന്നെ സ്പർശിച്ചൊരു ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് മുതലാണ് നമുക്ക് ഈ ഇതിനെപ്പറ്റിയുള്ള ബോധ്യങ്ങളൊക്കെ വന്നത്. മക്കൾക്കും അതുമാതിരി തന്നെ മക്കളും എല്ലാവരും നല്ല പ്രാർത്ഥനാനുഭവമുള്ളവരാണ്. അവരെയൊക്കെ ആ നിലയിൽ തന്നെയാണോ വളർത്തിയത്? ചെറുപ്പം തൊട്ട് തന്നെ അവരെയും കുർബാനയിലും സൺഡേ ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ഭൗതിക കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയ ഒരു എന്ന നിലയിൽ മാതാപിതാക്കൾ എന്ന നിലയിലുള്ള ആ ഒരു കർത്തവ്യം നിങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്ന് അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് എടുത്ത് അഭിമാനിക്കാനുള്ളൊരു കാര്യം, ഇളയ മകന് സിഡ്നിയിൽ കുർബാനയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതെ. പേര് ശാലോമിന്ന് വന്നതാണ്. ഇപ്പം തന്നെ ബെന്നിയുടെ കാര്യം ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ഓസ്ട്രേലിയയിലുള്ള മകനാണ്. ഓക്കെ. ഓസ്ട്രേലിയയിൽ പോയിട്ട് എത്ര വർഷങ്ങളായി? 5 വർഷം. അവിടെ ഇപ്പം പെർമനൻ്റ് ആയിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? മക്കൾ എത്ര പേരാ? 4 പേര്. പൗലോസേട്ടൻ പറഞ്ഞു അവിടെ ഓസ്ട്രേലിയയിൽ കുർബാനയൊക്കെ കൊടുക്കാനായിട്ടുള്ള സർവീസ് ചെയ്യുന്ന ആ ഒരു ടീമിൽ അംഗമാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ ടീമിൽ അംഗമായിട്ട് വന്നത്? അവിടെ നമുക്ക് ഈ മിനിസ്ട്രി, എക്സ്ട്രാ ഓർഡിനറി കമ്മ്യൂണിയൻ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റു മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ കോഴ്സുകളും അതിൻ്റെ സർട്ടിഫിക്കേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ആ കോഴ്സ് ചെയ്തതിന് ശേഷം പിന്നെ അക്കോലൈറ്റ് ആകണമെങ്കിൽ ബിഷപ്പിൻ്റെ അധികാരം വേണം. അപ്പോൾ ഞാൻ അക്കോലൈറ്റാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലാ മിനിസ്ട്രിയിലും, ഉദാഹരണത്തിന് മിനിസ്റ്റേഴ്സ് ഓഫ് സിക്ക്, അതുപോലെ എക്സ്ട്രാ ഓർഡിനറി കമ്മ്യൂണിയൻ, അതുപോലെ തന്നെ വേർഡ് ഓഫ് ഗോഡ്, അതിലെല്ലാം കോഴ്സ് ചെയ്തതിന് ശേഷം ബിഷപ്പ് അതിനുവേണ്ടി ഒരു ഇൻഡക്ഷൻ മാസ് ഉണ്ട്, അതിൽ നമുക്ക് അധികാരം തരാണ്. അപ്പോൾ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി? അതെ, സമയം കണ്ടെത്തി. അതൊരു 3 മാസത്തെ കോഴ്സാണ്. റെഗുലർ കോഴ്സ് എല്ലാ ദിവസവും ഇല്ല, അത് ആഴ്ചയിൽ ഒരു ദിവസമുള്ളൂ. അപ്പോൾ ഈവനിങ് ആണ്. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തും. അപ്പം വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ്, പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തി. അതെ, ആദ്യമേ അവിടുത്തെ ഇടവേള വൈദികൻ ഇതിനായിട്ട് പറഞ്ഞിരുന്നു എന്നോട്. പക്ഷെ അന്ന് എൻ്റെ എംപ്ലോയ്മെൻറ്റ് അതുമായിട്ട് യോജിച്ച് വന്നിരുന്നില്ല. പിന്നീട് വന്ന ജോലിയിൽ അതിനുള്ള സമയം കണ്ടെത്താൻ സാധിച്ചു. അക്കോലൈറ്റ്സ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഉത്തര ഭാരത സംസ്ഥാനങ്ങളിലും സഭാപരമായ ശുശ്രൂഷകളിൽ വൈദികരുടെ സഹായികളാണ്. കാനൻ നിയമപ്രകാരം റോമിൽ നിന്നുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സ്ട്രാ ഓർഡിനറി മിനിസ്ട്രീസ് എന്ന് വിളിപ്പേരുള്ള അക്കോലൈറ്റ്സിന് അംഗീകാരമുള്ളത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ആത്മീയ ജീവിതത്തോട് താൽപ്പര്യമുള്ളവരെ കണ്ടെത്തി 3 വർഷത്തെ ദൈവശാസ്ത്ര പഠനത്തിന് ശേഷമാണ് പ്രദേശത്തെ ബിഷപ്പ് ഒരു അക്വലൈറ്റിനെ നിയമിക്കുന്നത്. പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലെ ചില പ്രാർത്ഥനകൾ ചൊല്ലുവാനും വൈദികൻ വാഴ്ത്തിയ ഓസ്തി കുർബാന മധ്യേ ജനങ്ങൾക്ക് നൽകുന്നതിനുള്ള അധികാരവും ഇവരിൽ നിക്ഷിപ്തമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അൽമായരിലൂടെ സാധാരണക്കാരിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന അപരിമേയമായ സ്നേഹത്തിന്റെ തെളിവാണ് തിരുസഭയുടെ ഈ നടപടി. കുട്ടികളൊക്കെ ഓസ്ട്രേലിയയിൽ തന്നെയാണോ? അതെ, അവരവിടെ തന്നെ പഠിക്കുന്നു. അവരവിടെ പഠിക്കുന്നു. എത്ര കുട്ടികളാണ്? 4 പേരുണ്ട്. 4 കുട്ടികളുണ്ട്. വൈഫും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 പേര്. മൂത്ത മകളാണ്. എത്ര വയസ്സായി? ഇപ്പോൾ 14 വയസ്സായി. രണ്ടാമത്തെ മകൻ 12 വയസ്സ് കഴിഞ്ഞു. മൂന്നാമത്തെ മകൻ 6 വയസ്സായി. നാലാമത്തെ മകൻ 4.5 വയസ്സായി. അപ്പം തീർച്ചയായിട്ടും ഈ ഇത്രയധികം വിശ്വാസമുള്ള മാതാപിതാക്കൾ, ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ അതിൻ്റെ ഒരു കരുത്ത് അതല്ലേ തലമുറയിലേക്ക് കൈമാറി ഇപ്പോൾ അടുത്ത തലമുറയിലേക്ക് കടന്നു വരും. അതെ, തീർച്ചയായും. ഇവർ നൽകിയൊരു മാതൃക ഒന്ന് പറയാം? പ്രധാനമായിട്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പേഴ്സണൽ എൻകൗണ്ടർ കിട്ടിയത് എൻ്റെ മാതാപിതാക്കളിൽ കൂടെയാണ്. കാരണം എൻ്റെ അമ്മയുടെ സഹായത്താലാണ് അപ്പച്ചൻ കരിസ്മാറ്റിക് റിന്യൂവലിലേക്ക് വന്നത്.
പിന്നീട് അപ്പച്ചനാണ് എന്നെ ഒത്തിരി അധികം നിർബന്ധിച്ച് ധ്യാനത്തിന് പങ്കെടുക്കാനായിട്ട് പ്രേരണ തന്ന് അങ്ങനെ ധ്യാനത്തിലേക്ക് വരികയും 93 പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായത്. ആ വിശ്വാസം പിന്നെ തുടർന്നുള്ള അവരുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും പലപ്പോഴായിട്ടും അവർ പ്രാർത്ഥിക്കുന്നത് കാണുകയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ആവശ്യത്തിലും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മേഖലകൾ, പ്രാർത്ഥനയുടെ മേഖലയിൽ ശുശ്രൂഷകൾ ഇവിടെ കോട്ടയായിട്ടും ഡിവൈനായിട്ടും മധ്യസ്ഥ പ്രാർത്ഥനയിലും എല്ലാം ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള നിരന്തരം പ്രാർത്ഥന തന്നെയാണ് ഞങ്ങൾക്കും അനുഗ്രഹമായിട്ട് മാറിയിട്ടുള്ളത്. പൗലോസിയുടെ ഇപ്പം മകൻ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിന് നിങ്ങൾ കത്തിച്ചു കൊടുത്ത ആ വിശ്വാസത്തിൻ്റെ ഒരു കൈമാറ്റം വളരെ നന്നായിട്ട് തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിൽ തന്നെ ജീവിക്കുന്നു. അപ്പം ചെറുപ്പം തൊട്ടേ ഇവരെ വളർത്തിയൊരു രീതി, ഇവർക്ക് പ്രാർത്ഥനയിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു അടിസ്ഥാനം, ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നില്ലേ അവരുടെ തുടർന്നുള്ള ജീവിതത്തിലും ഒക്കെ? തീർച്ചയായിട്ടും. ഞാനിവരെ നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ബെന്നീനെയൊക്കെ ഞാൻ പോട്ടയിൽ ധ്യാനത്തിന് പറഞ്ഞയക്കുകയും ആ ധ്യാനത്തിലൂടെ തന്നെ ശരിക്കും നല്ലൊരു ആത്മീയ ബോധ്യം കിട്ടുകയും ചെയ്തു. ആ തുടർന്നുള്ള മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വരേക്കും കൈവിടാണ്ട് ആ മകൻ സൂക്ഷിച്ച് നടക്കുന്നു. അതിൻ്റെ മൂത്ത മകനും രണ്ടാമത്തെ മകനും ഒക്കെയും ഇതേമാതിരി തന്നെ. മൂത്ത മകനൊക്കെ കഞ്ചിക്കോട് കണിക്കുരി അച്ഛനൊക്കെ ചേർന്ന് അവിടെ ധ്യാനങ്ങൾ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ സണ്ണി എന്ന് പറഞ്ഞാൽ അപ്പോൾ ദീപികയിൽ MD ആയിട്ട് 3 കൊല്ലം MD ആയിരുന്നു. അതൊക്കെ ശരിക്കും പ്രാർത്ഥനയുടെ ശക്തിയോടാണ് ഈ അന്ന് നശിച്ചുകൊണ്ടിരുന്ന ദീപികനെന്ന് ഉയർത്തിയെടുക്കാൻ ദീപിക വലിയ ക്രൈസിസിൽ നിലനിന്നിരുന്ന ഒരു സമയത്താണ് ആൾ MD ആയിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും മക്കൾക്ക് അതാത് സമയത്ത് ആവശ്യമായ എല്ലാവിധ ഉൾക്കാഴ്ചകളും പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും അഭിമാനിക്കാം. പേങ്ങിപ്പറമ്പിൽ പൗലോസ് റോസി ദമ്പതികളുടെ ഈ ഭവനം തൻ്റെ പിൻഗാമികൾക്ക് ദൈവസ്നേഹത്തിൻ്റെയും പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെയും ഒരു ഉത്തമ വഴികാട്ടിയാകുന്നു. കുടുംബത്തിൽ ദൃശ്യമാകുന്ന ലാളിത്യവും നിറഭേദങ്ങളും കണ്ടാസ്വദിക്കുവാൻ ഈ ദമ്പതികൾക്ക് ദൈവം ഇട നൽകുന്നു. ദൈവകൃപയാൽ ദാമ്പത്യത്തിൻ്റെ 54 വർഷം പിന്നിടുമ്പോൾ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും പങ്കാളിത്തം തുടരുന്നതിൻ്റെ ഈ മനോഹാരിതയും പുതുമയും ഇന്നും കൈവിടാതെ സൂക്ഷിക്കുവാൻ ഇവർ പരിശ്രമിക്കുന്നു. അങ്ങനെ ഇന്നത്തെ തലമുറയ്ക്ക് കുടുംബജീവിതത്തിൻ്റെ തനിമയുടെ രഹസ്യം ദൈവാധിഷ്ഠിതമാണെന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ ഇവർ ബോധ്യപ്പെടുത്തുന്നു. പൗലോസിയേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഒരു തുടക്കകാലങ്ങൾ, പൗലോസിയേട്ടൻ്റെ മാതാപിതാക്കൾ, ചെറുപ്പം, ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? പറയാലോ. എൻ്റെ അപ്പന് 12 മക്കളാണ് ഞങ്ങൾ. 7 പെണ്ണും 5 ആണായിരുന്നു. അപ്പോൾ അന്നൊക്കെ വളരെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന കുടുംബമായിരുന്നു. സ്വന്തമായിട്ട് കപ്പ കൃഷി, ഫോറസ്റ്റിൽ അങ്ങനെ പല ബിസിനസ്സുകളും ചെയ്താണ് ഞാൻ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചത്. 67 എനിക്ക് 100 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു മംഗലം ഡാമിൽ. അങ്ങനെ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചത്. അന്നൊക്കെ എൻ്റെ വിചാരം ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ് നടക്കണേന്നാണ്. അല്ലാണ്ട് നമ്മളിത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്നോ അന്ന് ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 83 ഇവിടെ മഞ്ഞമ്മലൊരു ധ്യാനം, സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി അച്ഛൻ നടത്തുന്ന ധ്യാനം, അതിൽ പങ്കെടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് എന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. അന്നൊക്കെ ഞാനും ഈ ബിസിനസ് പരമായിട്ട് മദ്യപിക്കുന്ന ടീമായിരുന്നു. ആര് വന്നാലും ചായ കൊടുക്കണതിൽ എളുപ്പമാണുള്ളത്. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് ഞങ്ങൾ പോണത്. മഞ്ഞമ്മ ചെന്ന് ധ്യാനത്തിൽ കൂടി. ഞാനും ഭാര്യയുണ്ട്. കപ്പിൾസിൻ്റെ ധ്യാനമായിരുന്നു. അപ്പോൾ അവസാന ദിവസം അച്ഛൻ പറഞ്ഞു മദ്യപിക്കേണ്ടെന്ന് ആഗ്രഹമുള്ളവർ കയറി മുട്ടുത്താൻ പറഞ്ഞു. സ്റ്റേജിൽ കയറി? സ്റ്റേജിലല്ല, ഈ താഴെ ഒത്തിരി പേരുണ്ടല്ലോ, ഞങ്ങൾ 100 കപ്പിൾസ് ഉണ്ട്. അതിലിഷ്ടമുള്ളവർ സ്റ്റേജിൻ്റെ താഴത്ത് വന്ന് നീങ്ങി മുട്ടുത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മുട്ടുകുത്താൻ കയറി പോയപ്പോൾ എൻ്റെ ഷർട്ടിനെ പിടിച്ചതിൻ്റെ ഒരു കൂട്ടുകാരൻ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ചോദിച്ചു, പൗലോസേട്ടാ നമുക്ക് പറ്റുമോ, ബിസിനസ്സുകാർ ഇത് കുടി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു.
കുടിക്കാൻ പറ്റില്ല, കൊടുക്കെങ്കിലും വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനടക്കം ഒരു 10-20 ആൾ കയറി മുട്ടൂത്തി. അവർ 8-10 പ്രാവശ്യം അച്ഛന്മാർ പല പ്രാവശ്യം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പോന്നു. അതിനുശേഷം ഞാൻ ഒരു തുള്ളി പോലും മദ്യം കഴിച്ചിട്ടില്ല. നിർത്തിയെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ കുടിക്കില്ല വലിക്കില്ല എന്നല്ലാതെ വേറെ കൂടുതൽ ആത്മീയ തലത്തിലുള്ള ഉണർവുണ്ടായിട്ടില്ല. ആ ഇടയ്ക്ക് കുറച്ച് ദിവസം ഇവിടെ വന്ന് 5-6 ആൾക്കാരെ ധ്യാനത്തിനൊക്കെ കിട്ടുന്നതല്ലാണ്ട് പിന്നെ അതങ്ങനെ നിന്നുപോയി. ഒരു പോളപ്പില്ലാത്ത കാരണമാണ്. ഈ സമയത്തൊക്കെ നന്നായിട്ട് ഈ ബിസിനസ്സൊക്കെ നടത്തി ഒരുപാട് പൈസയൊക്കെ സമ്പാദിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം കൃത്യമായിട്ട് ഇടപെടുന്ന, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പറമ്പിക്കുളത്ത് അറ്റ് എ ടൈമിൽ 1000 ഏക്കർ വരെ കൃഷി ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റിൽ. ഒരേ സമയത്ത് 1000 ഏക്കർ എന്ന് പറയുമ്പോൾ എന്തുമാത്രം ലേബേഴ്സ് വേണം, മുഴുവൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ചെയ്യണത്. അങ്ങനെ ഒരു ദിവസം അന്ന് എനിക്ക് ബസ് ഉണ്ടായില്ല, ജീപ്പും ഉണ്ടായില്ല. അപ്പോൾ ബസ്സും ഉണ്ടായില്ല, ജീപ്പും ഉണ്ടായില്ല. രാത്രിയായി പോരണമല്ലോ എന്ന് വിചാരിച്ചു. തൂണക്കടവ് ആണ് ഫോറസ്റ്റ് ഓഫീസ്, ഡിവിഷൻ ഓഫീസ്. അവിടെ നമുക്ക് സമയം പോയത് അറിഞ്ഞില്ല, ബസ് കടന്നുപോയി. അപ്പോൾ നാട്ടിലെത്തണമല്ലോ, പൊള്ളാച്ചിയിൽ വന്ന വണ്ടിയുണ്ട്. അപ്പോൾ അതിന് ഒരു 4-5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വരലയാർന്ന് വരുന്ന തടി വണ്ടികൾ വരും. അപ്പോൾ അതിൽ കയറിപ്പോരാം. അപ്പോൾ അവിടെ വരെ എത്തണ്ടേ. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഫോറസ്റ്റുകാർ പറഞ്ഞത് കാടന്മാരുടെ ചങ്ങാടുണ്ട്, അവരോട് പറഞ്ഞാൽ കൊണ്ടുവന്നാക്കി തരുന്നു. അങ്ങനെ ഈ മുള വെച്ച് കെട്ടി ചങ്ങാടത്തപ്പോൾ കയറ്റി തന്നെ കൊണ്ടുപോകുന്നു. കുറേ പോന്നു കഴിഞ്ഞപ്പോൾ ഈ കാടൻ പറയുക, ചതിച്ചല്ലോ മുതലാളി എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പറമ്പിക്കുളം ഡാമിൻ്റെ ടണൽ തുറന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ക്രോസ് ചെയ്യണ 8-10 ആനയൊക്കെ കൂട്ടത്തോടു കൂടി ഈ ടണലിൽ അടിച്ചു പോയിട്ടുണ്ട്. ഈ ഒഴുക്കുകൊണ്ട് അതിൻ്റെ പെട്ടെന്നുള്ള വലിച്ചുകൊണ്ട്. അപ്പോൾ ഇവർക്ക് അറിയാൻ പറ്റില്ലോ, തുറന്നതിൻ്റെ അടിവലിവ് അറിയാൻ പറ്റില്ലോ. ഉടനെ ഒരു ചാഞ്ഞ് കിടക്കുന്ന മരം ഉണ്ടായി. ഞാൻ അതിൻ്റെ കൊമ്പത്ത് പിടിച്ചു. അതിൽ ആ കൊമ്പുമൊക്കെ ഈ കാടിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ഇക്കരെ കടന്ന് നടന്ന് ഈ ചെക്ക് പോസ്റ്റിൽ വന്ന് ലോറിയിൽ കയറി പോകണം. അത്ഭുതകരമായിട്ട് ഭയങ്കര അത്ഭുതമാണ്. ആ കാടിന് അല്ല സാധാരണക്കാരനെ കൊണ്ടുപോകണമെന്ന് ഇതറിയില്ല. നമ്മൾ ഈ ടണലിനുള്ളിൽ അടിച്ച് പൊടിയായിട്ട് പോകും. തന്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുൻപ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കൃഷിയെ കൈവിടുവാൻ ഈ കാലഘട്ടത്തിലും പൗലോസിയേട്ടന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഈ നിർജീവമായ മണ്ണിന്റെ ഗന്ധത്തിന് പ്രാണന്റെ തുടിപ്പുകൾ ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇദ്ദേഹം അതിന്റെ പിന്നാലെയാണ് സഞ്ചരിച്ചത്. ഇത് 650 വാഴ ഇതിനകത്ത് വെച്ചിരുന്നു. അതിലിപ്പോൾ ഈ ഒരു വാഴ കൂമ്പടഞ്ഞു പോയതാണ്. അതിന് പകരമാണ് നമ്മൾ ഇപ്പോൾ പുതിയ ഒരു കട പറിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് ഒരു ചിങ്ങമാസത്തിൽ കൊല വെട്ടാവുന്ന തരത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മറ്റുള്ള വാഴയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതിൻ്റെ ഓരോ കണ്ണ് നിർത്തിയതാണ് വലിയ വാഴകൾ നിൽക്കുന്നത്. ഞങ്ങൾ ഒരു 1965 മുതൽ കൃഷിയിൽ പൂർണ്ണമായിട്ടും നമ്മളതിൽ വ്യാപരിച്ചിട്ടുള്ള ആളാണ്. കപ്പ കൃഷി, കപ്പ എന്ന് പറഞ്ഞാൽ മരിച്ചീനി, പിന്നെ വാഴ, ജാതി, തെങ്ങ്, അടയ്ക്കാമരം, അങ്ങനെ. അത് കഴിഞ്ഞ് 84 കുറ്റിയാടിയിൽ കുണ്ടുതോടൊക്കെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, 200 ഏക്കർ ഉണ്ടായിരുന്നു. അതൊക്കെ പലർക്കായിട്ട് വിറ്റു. അങ്ങനെ ഇപ്പോൾ ഇവിടെ 10 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ. കൃഷിയിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് കൃഷി ചെയ്യാമെന്നല്ലാതെ അതിന് റിട്ടേണൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം കൂലിക്കാരുടെ കൂലി ഇപ്പോൾ 600 രൂപ കൂലിയായി. 2 വർഷം മുമ്പ് അത് 300 രൂപയായിരുന്നു. അപ്പോൾ ഡബിൾ ചെയ്ത് കൂലി. അതനുസരിച്ചല്ല കൃഷി എന്നുള്ള ആദായമില്ല. ഇപ്പോൾ ജാതിയും റബ്ബറും ഒഴിച്ച് വേറെ നമ്മളിപ്പോൾ വാഴ വെച്ചു, അതിന് കൂലി കൊടുത്ത് പണിയിപ്പിച്ചാലൊന്നും നമുക്ക് അതിൻ്റെ മുതൽ കിട്ടില്ല. എന്നാലും പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭൂമി കാട് പിടിച്ച് കിടക്കാൻ പാടില്ല, വെറുതെ ഇടാൻ പറ്റില്ലല്ലോ. അതിനോടെല്ലാം ഒരു താല്പര്യം കൊണ്ട് നമ്മൾ പണി ചെയ്യിക്കണമെന്നുള്ളൂ. കൃത്യമായിട്ട് കണക്കെഴുതി ചെയ്താൽ അപ്പോൾ കൃഷിക്കാരന് നഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് 78 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 96 മുതൽ മുഴുവൻ സമയം എന്ന് പറഞ്ഞോണം ഞാൻ ആത്മീയ തലത്തിലാണ് വ്യാപരിക്കുന്നത്. കോട്ടയാശ്രമത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഡിവൈനിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രാർത്ഥനയിൽ പോകണം. ഷാലോൺ ഡെലിവറേഷൻ ചാനലിനോടനുബന്ധിച്ച് 98 മുതൽ ഞാൻ അതിലെ മുഴുവൻ സമയം പ്രവർത്തകനാണ്. കൃഷിയുടെ പ്രാർത്ഥനയായിട്ട് നടക്കണ വഴിയിൽ ഇപ്പം
നമ്മൾ പ്രാർത്ഥനയായിട്ട് കൊണ്ട് നടക്കണം. കാരണം നമുക്കതിൽ വിരസതയില്ല, വേറെ വല്ല ടെൻഷനുകളില്ല. ഒരു ജാതിയുടെ ഇടയ്ക്ക് എനിക്ക് വെള്ളം തുറന്നു കിട്ടാൽ ഞാനൊരു കഴിയുന്നതും ഒരു 3 രഹസ്യമാകുമ്പോഴേക്കും ഒരു തെങ്ങിൻ്റെ കട ഒരു ജാതിയുടെ കട നിറയും. അപ്പോൾ പിന്നെ അടുത്തന്നെ തിരിച്ചിടും. അപ്പോൾ ഞാൻ നനയ്ക്കുമ്പോഴും ജപമാല എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ കാർ ഓടിക്കുമ്പോഴായാലും എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ജപമാല പ്രാർത്ഥന വളരെ ഒരു ശക്തി കേന്ദ്രമാണ്. ഒരു നല്ല ദൈവവിശ്വാസിക്ക് ഒരു ഉത്തമ കർഷകനാകുവാൻ സാധിക്കുകയുള്ളൂ. 60ഉം 100ഉം മേനി വിളവ് സ്വന്തമാക്കുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിന്റെ പിൻബലത്തിൽ എല്ലാം സാധ്യമാകുന്നു. നിരന്തരമായ പ്രാർത്ഥന മണ്ണിന്റെ പ്രവർത്തന വൈശിഷ്ട്യത്തെ പുഷ്ടിപ്പെടുത്തുന്നു. അത് ഈ അന്തരീക്ഷത്തിലാകമാനം നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിന്റെ കരവേലയെ പിൻചെല്ലുന്ന ഒരു കർഷകന് താൻ വിളയിച്ച വിളവിന്റെ സമൃദ്ധി പരിപൂർണമായ സംതൃപ്തി ഉളവാക്കുന്നു. അതിലൂടെ ലഭിക്കുന്ന ആ ദിവ്യാനന്ദം സമൂഹ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആത്മീയമായ കർമ്മമണ്ഡലത്തിലേക്ക് സ്വയം സഞ്ചരിക്കുവാൻ സജ്ജമാക്കുന്നു. ഈ 78ാമത്തെ വയസ്സിലും ഇനിയും തന്നാൽ കഴിയുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന വാഞ്ഛയോടെ പൗലോസേട്ടൻ യാത്ര തുടരുന്നു.